നമസ്കാരം, ഞാൻ ഡോക്ടർ നിഖിൽ ശിവാനന്ദ്. AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ENT വിഭാഗം നയിക്കുന്നു. ഇവിടുത്തെ ഹെഡ് ക്ലിനിക്കിൽ ധാരാളം മൈഗ്രെയിൻ കേസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് മൈഗ്രെയിനെ കുറിച്ച് സംസാരിക്കാം. തലവേദനയ്ക്ക് ധാരാളം കാരണങ്ങളുണ്ടെങ്കിലും മൈഗ്രെയിൻ ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. ജൂലിയസ് സീസറിന് ഈ രോഗം ഉണ്ടായിരുന്നുവെന്ന് കരുതപ്പെട്ടിരുന്നുവെങ്കിലും ഹിപ്പോക്രറ്റസ് ആണ് ഈ രോഗം ആദ്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. മൈഗ്രെയിൻ ആണ് ലോകത്തിലെ ഏറ്റവും കോമൺ ആയ ന്യൂറോളജിക്കൽ കണ്ടീഷൻ. സ്ത്രീകളിലാണ് ഈ രോഗം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നതെങ്കിലും ചില കുടുംബങ്ങളിലെ പൊതു സ്വഭാവമായും ഒബീസിറ്റി, ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ, ഹൈപ്പർ ടെൻഷൻ എന്നിവയുടെ സംബന്ധമായും ഈ രോഗം കണ്ടുവരും. ഈ രോഗം ഉണ്ടാകുന്നതിന് പല തിയറികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഹോർമോണൽ അസോസിയേഷൻ അല്ലെങ്കിൽ രക്തക്കൊഴലുകളും ന്യൂറോൺസ് അല്ലെങ്കിൽ ഞരമ്പുകളും തമ്മിലുള്ള ബന്ധമാണ് ഏറ്റവും കൂടുതലായി എല്ലാവരും സംസാരിക്കുന്ന രണ്ട് തിയറികൾ. ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കിനി മനസ്സിലാക്കാം. സ്ട്രെസ്, ടെൻഷൻ, ആൻസൈറ്റി, ഉറക്കമില്ലായ്മ, മെൻസ്റ്റുറേഷൻ സൈക്കിൾസ്, പീരിയഡ്സ്, ഇല്ലെങ്കിൽ ചില പ്രത്യേകമായ മണങ്ങൾ, അതായത് സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം, കുന്തിരിക്കം, ചന്ദനത്തിരി എന്നിവയുടെ മണങ്ങൾ, ഇവയെല്ലാമാണ് യൂഷ്വലി കാണുന്ന സ്ട്രെസ് ഫാക്ടേഴ്സ്. അതല്ലാതെ ചൂടുള്ള സമയത്ത് യാത്ര ചെയ്യുക, പൊടിയിൽ യാത്ര ചെയ്യുക, സൺലൈറ്റ് അടിക്കുക, ഇതെല്ലാം ഇതിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ട്രിഗേഴ്സായി കാണപ്പെടുന്നുണ്ട്. ബേസിക്കലി ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ സൂര്യനും താഴെയുള്ള എന്തും ഇതിനെ ട്രിഗർ ചെയ്യാവുന്ന ഒരു അവസ്ഥയാണ്. ഈ രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മൈഗ്രെയിൻ രണ്ട് തരത്തിലുണ്ട്. ക്ലാസിക്കൽ മൈഗ്രെയിൻ വിത്ത് ഓറ അല്ലെങ്കിൽ ക്ലാസിക്കൽ മൈഗ്രെയിൻ ആൻഡ് മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ. ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് മൈഗ്രെയിൻ. ഇപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഓറ അല്ലെങ്കിൽ മൈഗ്രെയിൻ തലവേദന വരുന്നതിന് മുമ്പുള്ള ചില പ്രത്യേകമായ രോഗലക്ഷണങ്ങൾ, ഇവയാണ് ഓറ എന്നറിയപ്പെടുന്നത്. തലവേദന വരുന്നതിന് മുമ്പ് കണ്ണിൽ ലൈറ്റ് അടിക്കുന്നത് പോലെ തോന്നുക, സൺലൈറ്റ് കാണുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരിക, ചില സൗണ്ടുകൾ, മണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരിക, ഭയങ്കരമായി ദേഷ്യം വരിക, ഒരു റൂമിൽ പോയി ലൈറ്റ് അടച്ച് ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുക, ഇവയെല്ലാമാണ് യൂഷ്വലി ഓറയിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഇവയല്ലാതെ മനമൊഴിച്ചിൽ, ഛർദ്ദിക്കാൻ വരാൻ തോന്നുക, ഛർദ്ദിച്ചു കഴിയുമ്പോൾ തലവേദന കുറയുക, അല്ലെങ്കിൽ ഒന്ന് നന്നായി ഉറങ്ങി എണീക്കുമ്പോൾ തലവേദന മാറുക, ഇതെല്ലാം ഓറയിൽ പെടുന്ന സിംറ്റംസ് ആണ്. ഇനി മൈഗ്രെയിൻ്റെ തലവേദന എന്ത് തരത്തിലെ തലവേദനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മൈഗ്രെയിനിലെ തലവേദന എന്നാൽ ഒരു ടൈറ്റായ ബാൻഡ് തലയിൽ കെട്ടിവെച്ച പോലെ തോന്നുക, അല്ലെങ്കിൽ ഒരു തലയ്ക്കകത്തൊരു പെൻഡുലം ഇരുന്ന് ആടുന്ന പോലെ തോന്നുക. ഇത് തലയുടെ ഇരുവശങ്ങളിലും അല്ലെങ്കിൽ തലയുടെ ഒരു ഭാഗത്ത് മാത്രമായി നമുക്ക് തോന്നുന്നതായി അനുഭവപ്പെടാറുണ്ട്. ഇവയൊക്കെയാണ് ക്ലാസിക്കൽ മൈഗ്രെയിൻ അല്ലെങ്കിൽ മൈഗ്രെയിൻ വിത്ത് ഓറ എന്നിവയുടെ ലക്ഷണങ്ങൾ. ഇനി മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ. മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ എന്ന് പറഞ്ഞാൽ ഈ ഓറയിൽ കാണുന്ന ഫ്ലാഷസ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി, സൺലൈറ്റ് കാണുമ്പോൾ, സൗണ്ട് കേൾക്കുമ്പോഴുള്ള ഇറിറ്റേഷൻ, ഈ ഇറിറ്റേഷൻ ഭാഗം ഒഴിവാക്കി ഈ ക്ലാസിക്കൽ അല്ലെങ്കിൽ ടിപ്പിക്കൽ തലവേദന മാത്രം ഉണ്ടാകുന്നതാണ് മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ എന്നറിയപ്പെടുന്നത്. ഈ രോഗം ഡയഗ്നോസ് ചെയ്യാൻ പ്രത്യേകിച്ച് ബ്ലഡ് ടെസ്റ്റുകളോ ഇൻവെസ്റ്റിഗേഷൻസ് ആയ CT സ്കാനോ എക്സ്റേ ഒന്നിൻ്റെ ആവശ്യമില്ല. എന്നാൽ മറ്റ് രോഗലക്ഷണങ്ങൾ, അതായത് സൈനസൈറ്റിസ്, കണ്ണിൻ്റെ കാഴ്ച കൊണ്ടുള്ള തലവേദന, ബ്രെയിനിൻ്റെ സംബന്ധമായ തലവേദന എന്നിവ റൂൾ ഔട്ട് ചെയ്യുവാനായി നമുക്ക് ചിലപ്പോൾ CT സ്കാനോ ഒരു ENT ഡോക്ടറുടെ പരിശോധനയോ കണ്ണ് ഡോക്ടറുടെ പരിശോധനയോ ന്യൂറോളജിസ്റ്റിൻ്റെ പരിശോധന ഇവയെല്ലാം ആവശ്യമായേക്കാം. ഈ ടിപ്പിക്കലായ രോഗലക്ഷണങ്ങൾ, അതായത് തലവേദന, മനമൂഴ്ചൽ, ഈ ഓറ, ഈ സിംറ്റംസ് ആണ് ഈ കണ്ടീഷനെ ഡയഗ്നോസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഈ ടിപ്പിക്കലായ തലവേദനയുടെ സിംറ്റംസ് കണ്ടാൽ നമുക്ക് ഇന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാവുന്നതാണ്. ഇതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് ഒഴിവാക്കുക എന്നത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. രണ്ടാമതായിട്ട് നമുക്ക് മരുന്നുകൾ ഉപയോഗിക്കാവുന്നതാണ്. മരുന്നുകൾ എന്നാൽ രണ്ട് കാറ്റഗറിയിലുള്ള മരുന്നുകളാണ്. തലവേദന ഒഴിവാക്കുവാനായിട്ടും ഇനി ഫർദർ തലവേദന വരാതിരിക്കുവാനുള്ള ട്രീറ്റ്മെൻറ്റും എടുക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചത്തേക്ക് തലവേദന ഒഴിവാക്കാനായിട്ടും തലവേദനയുടെ സിവിയറിറ്റി കൊടുക്കാനുള്ള മരുന്നുകൾ കൊടുക്കുകയും ഈ ട്രിഗർ ഫാക്ടേഴ്സ് ഒഴിവാക്കാനുള്ള കൗൺസിലിംഗ് കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഇത് കഴിഞ്ഞ് ഈ തലവേദന ഉണ്ടാക്കുവാൻ, ഈ മൈഗ്രെയിൻ തലവേദന ഉണ്ടാക്കുന്ന ഞരമ്പുകളെ മരവിപ്പിക്കുന്ന ഒരു നൂതനമായ ചികിത്സാ രീതി നമ്മുടെ AR ഹോസ്പിറ്റലിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു സിറ്റിംഗ് വെച്ച് 6 ആഴ്ച വരെ ഈ ട്രീറ്റ്മെൻറ്റ് നീണ്ടുപോയേക്കാം. എന്നാൽ 3-4 ആഴ്ചയാകുമ്പോൾ ഈ തലവേദന, മൈഗ്രെയിൻ്റെ സിംറ്റംസ് കുറയുകയും പേഷ്യൻറ്റിന് നല്ല രോഗവിമുക്തി കിട്ടുകയും ചെയ്യുന്നതായി കാണപ്പെടാറുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കൊരു 3-4 സിറ്റിംഗ് ആകുമ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് നിർത്താവുന്നതാണ്. എന്നാൽ ചില പേഷ്യൻസിൽ 2 സിറ്റിംഗ് ആയിട്ടും തലവേദനയുടെ രോഗലക്ഷണങ്ങൾ കുറയുന്നില്ല. അങ്ങനെയുള്ളവരിൽ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് നിർത്തി മരുന്നുകളിലോട്ട് സ്വിച്ച് ഓവർ ചെയ്യുന്നതാണ്. ഇനി രോഗലക്ഷണങ്ങൾ കുറയുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തലവേദന വരുന്ന എപ്പിസോഡ്സിനെ ഫ്രീക്വൻസി കുറയ്ക്കുക അല്ലെങ്കിൽ ഈ വരുന്ന തലവേദനയുടെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ തലവേദനകളും മൈഗ്രെയിൻ അല്ല. തലവേദന എന്നത് മൈഗ്രെയിൻ എന്ന കോംപ്ലക്സ് ആയ രോഗത്തിൻ്റെ ഒരു രോഗലക്ഷണം മാത്രമാണ്. ഈ അസുഖത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് സമയത്തിന് കറക്റ്റായി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രോഗം ഒരു പരിധിവരെ ഒഴിവാക്കാവുന്നതാണ്. നന്ദി.